നിയമത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ വിശ്വാസത്തിന്റെ വഴികൾ തുറക്കുകയായിരുന്നുവെന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെ ചൊല്ലി കേരളത്തിലുണ്ടായ തർക്കങ്ങൾക്ക് നിമിഷപ്രിയയുടെ തന്നെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ മറുപടികളുമായി രംഗത്ത്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അധികാരിയുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത്, രാജ്യങ്ങളുടെ നയതന്ത്രം തോറ്റുപോയപ്പോൾ വിശ്വാസത്തിന്റെ നയതന്ത്രം വിജയിച്ചു എന്നാണ്. ഇനി നിയമപരമായ ഒരു വഴിയും ഈ കേസിൽ നമുക്ക് മുന്നിലില്ല. വിശ്വാസത്തിന്റെ നയതന്ത്രവും കാരുണ്യവും മാത്രമേ പോംവഴിയുള്ളൂ എന്നും നിമിഷപ്രിയയുടെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനാകില്ല എന്നും യമനിൽ നയതന്ത്ര ബന്ധം നേരിട്ടില്ല എന്നും സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് കേസിൽ വധശിക്ഷയ്ക്ക് തലേന്ന് അത്ഭുതകരമായ മാറ്റം വന്നത് എന്നും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി. അദ്ദേഹം NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എംബസികളോ കോടതി മുറികളോ അല്ല, മറിച്ച് വിശ്വാസവും സ്ഥിരോത്സാഹവും കേരളത്തിനും യമനും ഇടയിലുള്ള ഒരു അവിശ്വസനീയമായ ഹോട്ട്ലൈനുമാണ് ഗതി മാറ്റിയത്. യമൻ പോലുള്ള യുദ്ധഭീതി നിറഞ്ഞ രാജ്യത്ത് നയതന്ത്രത്തിന് അതിൻ്റെതായ പരിധികളുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സർക്കാർ പരമാവധി ശ്രമിച്ചു, പക്ഷെ വെല്ലുവിളികളുണ്ട്. അതിനാൽ ഞങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു, മതത്തിലേക്കും മനുഷ്യത്വത്തിലേക്കും. അവിടെ നിന്നാണ് മാറ്റമുണ്ടായത്. വിശ്വാസത്തിന്റെ നയതന്ത്രമായിരുന്നു ഒടുവിൽ രക്ഷയായത്. ഞങ്ങൾ രാത്രി മുഴുവൻ സംസാരിച്ചു. രാവിലെ വൈകിയപ്പോഴേക്കും വധശിക്ഷ മാറ്റിവെച്ചു. ഞങ്ങൾക്ക് വേണ്ടത് ലഭിച്ചു. ഇപ്പോൾ കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ കുറച്ച് സമയം കൂടി ലഭിച്ചു. ചർച്ചകൾ തുടരുകയാണിപ്പോഴും. പ്രതീക്ഷയുണ്ട്. ഏറ്റവും വലിയ മാറ്റം കേസ് ആരംഭിച്ചതിനു ശേഷം ആദ്യമായി ഇരയുടെ സഹോദരൻ രംഗത്ത് വന്നു. അഭിഭാഷകനും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ മെമ്പറുമായ സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി. ഇന്ന് രാവിലെ ജൂലൈ 16 സനയിൽ സൂര്യൻ ഉദിച്ചപ്പോഴേക്കും നിമിഷപ്രിയയ്ക്ക് പോരാടാൻ പര്യാപ്തമായ ഒരു വാതിൽ തുറന്നിരുന്നു. ദിവസങ്ങളോളം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ മാറ്റാനാവാത്ത ഒരു സമയപരിധിക്കായി ഉറ്റുനോക്കുകയായിരുന്നു. ജൂലൈ 16, 2025 പുലരുമ്പോൾ നിമിഷപ്രിയയുടെ ജീവൻ ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ വധശിക്ഷയ്ക്ക് മുൻപുള്ള രാത്രി കേരളത്തിലും യമനിലും ഇടയിൽ വിശ്വാസത്തിന്റെ നയതന്ത്രം നടക്കുകയായിരുന്നു, അഭിഭാഷകൻ NDTVയോട് വ്യക്തമാക്കി. കേരളത്തിലെ മർക്കസിലൂടെ യമനിലെ രാഷ്ട്രീയ മത നേതാക്കളുമായി നേരിട്ട് ആശയവിനിമയം സ്ഥാപിക്കാൻ സഹായിച്ചത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കൂടിയായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആയിരുന്നു. 94 വയസ്സുള്ള അദ്ദേഹം ഏറെ ക്ഷീണാവസ്ഥയിലും ഷെയ്ഖ് ഉമർ ബിൻ ഹാഫിസുമായി ബന്ധപ്പെട്ടിരുന്നു. ഡെപ്യൂട്ടി മുഫ്തിയും ഷെയ്ഖ് അബൂബക്കറിന്റെ അടുത്ത സഹായിയുമായ ഹുസൈൻ സക്വാഫിയുടെ അഭിപ്രായത്തിൽ ഷെയ്ഖ് ഉമർ ബിൻ ഹാഫിസ് അനുകൂലമായി പ്രതികരിക്കുകയും തലാലിന്റെ കുടുംബവുമായി വ്യക്തിപരമായി ഇടപഴകാൻ തന്റെ വിദ്യാർത്ഥികളെ അയക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ വിശ്വാസത്തിന്റെ നയതന്ത്രം. തീവ്രമായ ചർച്ചകൾക്ക് ശേഷം ഇരയുടെ കുടുംബം ഒടുവിൽ വധശിക്ഷ 4 മണിക്കൂർ താൽക്കാലികമായി നിർത്താൻ സമ്മതിച്ചു. തുടർന്ന് യമനിലെ ബന്ധപ്പെട്ട ജഡ്ജി നിമിഷപ്രിയയുടെ വധശിക്ഷ മറ്റൊരു തീയതി പറയാതെ മാറ്റിവെച്ച് ഉത്തരവിടുകയായിരുന്നു. ഇരയുടെ കുടുംബവും യമൻ പുരോഹിതനും തമ്മിലുള്ള പൊതുവായ സുന്നി വിശ്വാസമായിരുന്നു ചർച്ചകൾക്ക് അനുകൂലമായ നിർണായക ഘടകങ്ങളിലൊന്ന്. യമൻ തലസ്ഥാനമായ സനയെ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഹൂതി വിമതരാണ് നിയന്ത്രിക്കുന്നത് എങ്കിലും സുന്നി നേതാവായ കേരളത്തിലെ കാന്തപുരത്തിന്റെ സ്വാധീനം മാനുഷികപരമായതിനാൽ യമനിലെ മതപുരോഹിതന്മാർ കേൾക്കുകയും വധശിക്ഷ സ്റ്റേ ചെയ്യുകയും ആയിരുന്നു. അത് ഒരു രാത്രി നീണ്ടുനിന്ന ചർച്ചയ്ക്ക് കാരണമായി. ഒടുവിൽ ഇരയുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ ചർച്ചയുടെ മേശയിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് ഗ്രൂപ്പുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. ആദ്യം അവർ സംസാരിക്കാൻ ഒട്ടും ആഗ്രഹിച്ചില്ല, പക്ഷെ പ്രേരണയോടെ അവർ ശ്രദ്ധിച്ചു. അത് ഞങ്ങൾക്ക് മതിയായ പ്രതീക്ഷ നൽകി. ഈ അവസരം ഞങ്ങൾക്ക് നൽകിയതിന് യമൻ നീതിന്യായ വ്യവസ്ഥയോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത്രമാത്രം: അപേക്ഷിക്കാനുള്ള ഒരു അവസരം. ഇന്ത്യൻ സർക്കാരിനോടും പൊതുജനങ്ങളോടും നേരിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. ഇന്ത്യൻ സർക്കാരിനോടും മത നേതാക്കളോടും സ്വാധീനമുള്ള എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ദയവായി ഞങ്ങളെ സഹായിക്കൂ. ജനാല തുറന്നിരിക്കുന്നു, പക്ഷെ എത്ര കാലത്തേക്ക് ഞങ്ങൾക്ക് അറിയില്ല. നിമിഷപ്രിയയുടെ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ.